ഇവിടെ മലയാളത്തിലുള്ള ബിഗ് ബോസിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ വിക്ടിം കാർഡ് കളിക്കുക, വിമൻ കാർഡ് കളിക്കുക. ഇവിടെ ആണ് പെണ്ണ് സെപ്പറേഷൻ ഇല്ല. ബിഗ് ബോസ് ഷോയിൽ ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡറോ ഇങ്ങനെ സെപ്പറേഷൻ ഇല്ല. അന്ന് ഞാൻ എന്താ പറഞ്ഞത്, ഇനിയിപ്പോൾ അവരുടെ അടുത്ത പരിപാടി കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലാണ്. പക്ഷെ അതിനും അപ്പുറത്ത് ഒരു കടിയായിടാ ഇപ്പോൾ പലർക്കും ഷോ നീതിയുക്തമായി ഞാൻ വിലയിരുത്താറുണ്ട്. അങ്ങനെ വിലയിരുത്തുമ്പോൾ ഇനിയിപ്പം വരുന്ന പുതിയ സ്ട്രാറ്റജി കരച്ചിലായിരിക്കും, മാനസാന്തരമായിരിക്കും, പിന്നെ മാപ്പപേക്ഷകളായിരിക്കും. മനസ്സിലായില്ലേ? രതീഷിന്റെ കാര്യം പറഞ്ഞു, രതീഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഒരല്പം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയില്ല. രതീഷ് അപ്പോൾ പുറത്തായിട്ടില്ലായിരുന്നു. ആയില്ല, ഞാൻ വെള്ളിയാഴ്ച ഇതുവരെ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വന്നപ്പോഴാണ് പറഞ്ഞത്. അന്ന് രതീഷ് പുറത്തായിട്ടില്ലായിരുന്നു. പക്ഷെ രതീഷ് പറഞ്ഞ ആ 2 വാക്കുകൾ അത് പിടിച്ചു. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാനൊരു എന്താ പറയുക, ഞാനത് അത് ശക്തമായി തന്നെ പറയുന്നു. നമ്മൾ മറ്റ് ബിഗ് ബോസുകൾ കാണുമ്പോഴത്തേക്ക് ഇപ്പം ഹിന്ദി ബോളിവുഡിൻ്റെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഫൈറ്റുകൾ കുറേ റിയലിസ്റ്റിക്കാണ്. എല്ലാ ഗെയിമുകൾ നടത്തുമ്പോൾ ഒരു ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾ അതിനകത്ത് ഗെയിമുകളൊക്കെ കണ്ടിട്ടില്ലേ? അതാണ് ഇപ്പം എൻ്റെ സീസണിലേക്ക് വരുമ്പോൾ ഒരു മുളവിൻ്റെ വിഷയം എടുക്കുമ്പോൾ ഞാൻ പോയി ഹിന്ദി ബോളിവുഡ് കണ്ടപ്പോൾ അതിനകത്ത് പലരെയും നിരത്തിയിരുത്തിയിട്ട് ചുമന്ന മുളക് പൊടി കലക്കിയിട്ട് അതിൽ തറയിൽ എല്ലാവരും ഇരുത്തിയിട്ട് ആ മുളക് പൊടി മുഖത്തും ശരീരത്തും എല്ലാം തേച്ചിട്ട് എണീക്കുന്നവനാവട്ടെ. അപ്പോൾ അത്രയും പവർഫുൾ ഗെയിമുകൾ കൊടുത്താണ് 14-15 സീസൺ സിദ്ധാർത്ഥ ശുക്ലയൊക്കെ വിജയിച്ച. അതിൽ സൽമാൻ ഖാനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു. പക്ഷേ നമ്മൾ മലയാളം ബിഗ് ബോസ് ഷോ വന്നു കഴിയുമ്പോൾ അതിൽ വെള്ളം ചേർത്ത് വെറും വെള്ളം ചേർത്ത പാലായി ഡൈല്യൂട്ടായി മാറുന്നു. അതുകൊണ്ടാണ് മലയാളം ബിഗ് ബോസിൻ്റെ ശോഭ കുറയുന്നതും അതിൻ്റെ ഒരു കൊഴുപ്പ് കൂടി വരാത്തതും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയട്ടെ, റോക്കി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഈ ആഴ്ചയിൽ നടന്ന ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുന്നിൽ നിൽക്കുന്ന ആരെന്ന് എന്നോട് ചോദിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ രതീഷിനാണെങ്കിൽ ഈ ആഴ്ച മുന്നിൽ നിൽക്കുന്നത് അപ്രതീക്ഷിതമായ അപ്സരയാണ്. അപ്സര ക്യാപ്റ്റനായി അല്ലേ? അപ്സര ക്യാപ്റ്റനായെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ടാണ് ആ ഇഴഞ്ഞു വന്നത്. ആ ഒരു പുഴു ഇഴയുന്ന കോമ്പറ്റീഷൻ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തപ്പോൾ അപ്സര ഗംഭീരമായിട്ടത് ചെയ്തില്ലേ, ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞാണ് അപ്സര പറയുന്നത് ഞാൻ 6 വർഷം NCC. അപ്പോൾ ഓരോ കുട്ടികളിലും ഭയങ്കര കഴിവുകളാണുള്ളത്. അതുകൊണ്ട് അപ്സര വളരെ മുന്നിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. ഒരു വിന്നറിൻ്റെ ആ ലാസ്റ്റ് 5-ലെത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അപ്സര ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയുമ്പോൾ നീതിപൂർവ്വം പറയണമല്ലോ. അതുപോലെ തന്നെ റോക്കിയെ അവിടെ ഇരുന്നുകൊണ്ട് ചൊറിഞ്ഞതിൻ്റെ ഫലമാണ് ഇൻഡയറക്റ്റ്. ഇപ്പോൾ നാലവിയോടെ ഞാനും എൻ്റെ ലവറും കൂടെ ദൂക്കിലിരുന്നുകൊണ്ട് മോൻ്റെ പേരെനിക്കറിയില്ല എന്താ വൈശാഖിനെ നോക്കിയിട്ട് ആദ്യം കാണിച്ചിട്ട് പല രീതിയിൽ നിന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നീ വന്നതിന് ശേഷം 2 തെറിയെങ്കിലും വിളിച്ചിട്ട് പോകത്തില്ല. ഉടനെ അത് നമ്മളെ വ്യക്തിഹത്യ ചെയ്തു, നമ്മളെ പീഡിപ്പിച്ചു. നമ്മുടെ ഇവിടെ മലയാളത്തിലുള്ള ബിഗ് ബോസിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ വിക്ടിം കാർഡ് കളിക്കുക, വിമൻ കാർഡ് കളിക്കുക. ഇവിടെ ആണ് പെണ്ണ് സെപ്പറേഷൻ ഇല്ല. ബിഗ് ബോസ് ഷോയിൽ ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡറോ ഇങ്ങനെ സെപ്പറേഷൻ ഇല്ല. എല്ലാവരും 3 കാറ്റഗറിയും ഒന്നാണ്. അത് കൊടുക്കുന്നത് ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആര് കെട്ടിപ്പിടിച്ചാലും നമുക്കും അങ്ങോട്ട് ഹക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ? അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അത് നമുക്ക് പ്രണയം ആരോട് വേണമെങ്കിലും പ്രണയമാവാം. പക്ഷെ കയറിയിട്ട് 3-ാമത്തെ ദിവസം പ്രണയമായി കളയരുത്. നീ കയറിയാലും 3-ാമത്തെ ദിവസം ആക്കി കളയരുത്. അപ്പോൾ അന്ന് ഞാൻ എന്താ പറഞ്ഞത്, ഇനിയിപ്പോൾ അവരുടെ അടുത്ത പരിപാടി കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലാണ്. പക്ഷെ അതിനും അപ്പുറത്ത് ഒരു കടിയായിടാ ഇപ്പോൾ പലർക്കും. കടിയോടെ കടിയെന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് കടിക്കുന്നതിനെ കുറിച്ച് ഈ കടികളായി പല സ്ഥലത്തും. ഞാൻ ചിന്തിച്ചതിനേക്കാൾ അപ്പുറത്ത് ഒരു പടിയിലേക്ക് കടി കയറിപ്പോയി അല്ലേ? കാരണം എന്ന് പറയുന്നത് അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. നമ്മളൊരു അനാലിസിസ് നടത്തും. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരൊരു പക്ഷേ മറ്റേതെങ്കിലും ലാംഗ്വേജിലുള്ളതും ഇന്ന് വരെയുള്ള 5 സീസണുകളിൽ ആരും കൊടുക്കാത്ത സാധനം കൊടുക്കണം എന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ അത് പക്ഷെ അത് കൈവിട്ട കളിയായിരിക്കും. അല്ല, അത് കഴിവിട്ടത് കൊണ്ടാണ് ശരിക്കും അച്ഛൻ വിളിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലേ കേട്ടോളൂ. വിളിച്ചത് നീ കേട്ടോ? ഇല്ല, അതൊരു പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പടിക്ക് കൺട്രോൾ ചെയ്യണം എന്നുള്ള ഏതെങ്കിലും ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഞാൻ ഷോ കാണാറുണ്ട്. ഷോ നീതിയുക്തമായി ഞാൻ വിലയിരുത്താറുണ്ട്. അങ്ങനെ വിലയിരുത്തുമ്പോൾ ഇനിയിപ്പം വരുന്ന പുതിയ സ്ട്രാറ്റജി കരച്ചിലായിരിക്കും, മാനസാന്തരമായിരിക്കും, പിന്നെ മാപ്പപേക്ഷകളായിരിക്കും. മനസ്സിലായില്ലേ? മൊത്തം ഇനി ഇമോഷണൽ കളികളായിട്ട് സ്ട്രാറ്റജി മാറ്റിപ്പിടിച്ചൊരു സാധനത്തിലേക്ക് വരും. കാരണം ഭയങ്കര ബ്രില്യൻറ്റ് പ്ലെയറായിട്ടാണ് ഓരോ പുതിയ ആൾക്കാർ എത്തിച്ചേരുന്നത് അല്ലേ? അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് സത്യമായി ഭവിച്ചില്ലേ? പക്ഷെ ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരുപടി മോളിപ്പോയി എന്നുള്ളതാണ് അല്ലേ? അതാണ് ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ലവ് ട്രാക്ക് മാത്രമല്ല. അതിൽ ഇപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇനി കയറാൻ പോകുന്ന വൈൽഡ് കാർഡ് നിങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടട്ടെ, ഇനി വരാൻ പോകുന്ന ടീമുകൾക്ക് ഉപയോഗപ്പെടട്ടെ. അതിനകത്ത് ഒരുപാട് കണ്ടന്റുകൾ കൊടുക്കാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സീസണിൽ ഞാനൊരു പോപ്പി പാവയും കൊണ്ട് ചിന്നു പാവയും കൊണ്ടാണ് ഞാൻ നടന്നത് അല്ലേ? ആ ക്യാമറകൾ പലതും എൻ്റെ പുറകെയുണ്ട്. എനിക്ക് പറയാനുള്ള ഒരുപാട് കണ്ടന്റുകളുണ്ട്. അത് മുഴുവൻ ഞാൻ എൻ്റെ പാവയോടാണ് പറഞ്ഞത് അല്ലേ?
എനിക്ക് പറയാൻ ആളില്ലാതെ വന്നപ്പോൾ അപ്പോൾ ഒരു പാവയോട് സംസാരിച്ചാൽ പോലും എന്ത് പറ്റും, കണ്ടൻറ്റോടെ. ഇവിടെ അടി നടക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു അവിടെ ഈ അടി ഭയങ്കര ബഹളം വയ്ക്കുമ്പോൾ അതിനകത്ത് ഒരാൾ ഇൻ്റലിജൻ്റായി മാറി മുറ്റത്ത് പോയി ഇരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ അടികളെക്കുറിച്ച് ഒരു നറേഷൻ കൊടുത്താൽ പോലും ക്യാമറ മൊത്തം അതിലേക്ക് ഫോക്കസ് ചെയ്യും ഇല്ലേ. അതിനകത്ത് ഉറങ്ങി പോകാനല്ല നമ്മൾ പോകുന്നത്. നമ്മൾ കണ്ടൻറ്റുകൾ കൊടുക്കണം, ആ ഷോ വിജയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷേ കുറച്ച് പേര് ഈ അമ്പലത്തിൽ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഗജവീരന്മാരെ കൊണ്ടുവന്ന് കാണാൻ നിർത്തിയിരിക്കില്ലേ, അതുപോലെ കൊണ്ടുവന്ന് ഷോക്കേസ് ഡോളുകളെ പോലെ നിർത്തിയിരിക്കുന്നത് കഷ്ടമാണ്. കാരണം പവർ ഹൗസ് നോക്കിക്കഴിഞ്ഞാൽ പവർ ഹൗസ് വീക്ക് ഹൗസാണ്. പവർ ഹൗസിലുള്ളവരെക്കാൾ പവറായിട്ട് ആരെ കാണാം, മറ്റുള്ള റൂമുകളിൽ പവർഫുള്ളായിട്ടുള്ള ആൾക്കാരെ കാണാം ഇല്ലേ. സിജോ നല്ല പവർഫുള്ളായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ നമ്മുടെ മുടിയൻ ഋഷി നല്ല ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ആ തരത്തിൽ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ആക്റ്റീവായി വരും. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ച റിവ്യൂ ഞാൻ പറയുന്നത്, ഇനിയും ഒരു 3-4 ആഴ്ചത്തേക്ക് എന്നെ കാണില്ല. ഞാൻ തമിഴ്നാട്ടിലെ വേറൊരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോവുകയാണ്.